ഹലോ. അപ്പോൾ അതൊരു ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മ രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോലെ നടന്നില്ല. അപ്പോൾ ഒരു സമയം ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പട്ടാമ്പി പോയിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എന്തെങ്കിലും എടുക്കണം അമ്മയ്ക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും 2-3 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അമ്മയ്ക്ക് ഏതെടുക്കണോ, എങ്ങനത്തെ മോഡൽ എടുക്കണോ, ടോപ്പ് എടുക്കണോ, ഷർട്ട് എടുക്കണോ, അങ്ങനെയൊക്കെ. അമ്മയ്ക്ക് നമ്മൾ ഏതെടുത്താലും അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ. അമ്മയ്ക്ക് പിന്നെ നല്ല ബ്രൈറ്റ് കളറും വേണം. ഞാൻ വെച്ചാൽ ലൈറ്റ് കളർ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് നോക്കി വെച്ചു. എന്നാലും ജസ്റ്റ് ആയിക്കോട്ടൊക്കെ നടന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അങ്ങനെ ഞാൻ നോക്കിയ ഡ്രസ്സ് തന്നെ കൺഫേം ആക്കി. എന്നിട്ട് അവിടുന്ന് ബില്ല് ചെയ്ത് അവിടുന്ന് പോന്നു കേട്ടോ. പോന്നപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര മഴക്കാറ്. മഴ പെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി. പെട്ടെന്നായിരുന്നു കേട്ടോ ക്ലൈമറ്റും വരുന്നത്. ഞങ്ങൾ കയറുമ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടെ കൂമ്പങ്കല്ല്, ഇവിടെ വ്യാഴാഴ്ച ദിവസം എന്നും കാണാം അങ്ങനെ ഓരോ വണ്ടികൾ സൈഡിൽ നിർത്തിയിരുന്നു. ഇപ്രാവശ്യം ഫുൾ സ്കൂൾ ബസ്സായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളത്തെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാനും കിച്ച് പോരെ. അപ്പോൾ വീടെത്താരാകുമ്പോഴേക്ക് നല്ല മഴ പെയ്തു. അപ്പോൾ ഈ മഴ പെയ്ത് മുതലേ വിചാരിക്കണം അതൊരു റീലെടുക്കണം, മഴയത്ത് കുറച്ച് റീലെടുക്കണം. പക്ഷേ വിഷ്ണുവേട്ടനെ അച്ഛൻ സമ്മതിക്കില്ല. കിച്ച് പിന്നെ ഒന്നും പറയില്ലാത്തതുകൊണ്ട് കുറച്ച് റീലൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് നല്ല നനഞ്ഞു കുളിച്ചു. പിന്നെ അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് സദ്യ എല്ലാം ഏകദേശം സെറ്റായിരുന്നു. പിന്നെ വിലയുയർന്ന അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ അമ്മമ്മ വന്നിട്ടാണ് മസാലക്കറി അങ്ങനെ എന്തോ ഉണ്ടാക്കി തോന്നണു. അങ്ങനെ അമ്മമ്മ പുളിയഞ്ചി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് അമ്മയ്ക്ക് എടുത്തു. അമ്മ കളർ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മുഖം ഭയങ്കര ഡിമ്മായി. കാരണം അമ്മയ്ക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ടമല്ല. അമ്മയ്ക്ക് നല്ല ബ്രൈറ്റായി കളർ വേണം. ഞാനൊക്കെ ലൈറ്റ് കളർ എടുത്തു തന്നു. അതിൽ അമ്മ അപ്പത്തന്നെ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമായില്ല, മാറ്റണം പറഞ്ഞു. പിന്നെ ഇട്ട് നോക്കിയപ്പോഴും അമ്മയ്ക്ക് സൈസ് കറക്റ്റല്ല. അങ്ങനെയൊക്കെ പോയി മഴയത്തൊക്കെ പോയി വന്നല്ലേ. അപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ബ്രെഡും ജാമും കഴിക്കുക. പക്ഷെ അമ്മമ്മ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷനാണിത്. അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാം. അങ്ങനെ വരുന്നത് അവിയലും പായസവും അതിൻ്റെ ഒക്കെ ഓരോ പണിയിലാണ്. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അമ്മമ്മി അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, അമ്മി സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ മസാലക്കറി ആയിരുന്നു എൻ്റെ നല്ല രസമുള്ള സംഭവം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് മസാലക്കറി. അങ്ങനെ പിന്നെ ഇലയൊക്കെ ഇട്ട് ഇന്ന് ബർത്ത്ഡേ കൊണ്ട് എല്ലാവരും ഇലയിൽ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അമ്മി ഞാനും ഓരോ ഐറ്റംസ് വിളമ്പ്. ഞാനാകെ 1-2 ഐറ്റംസ് വിളമ്പിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് അമ്മേൻ്റെ വിളമ്പി. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നടക്കുകയായിരുന്നു. ഈ ഒരു ടൈമിലൊക്കെ വലിയ മഴയില്ല. എന്നാലും ഇവിടെ വീട്ടിൽ പണിക്കാരുണ്ട്. അവർ മഴയത്താണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മഴ വന്നാലും അവർ ഒന്ന് കയറി നിൽക്കുക, ഒന്നും ചെയ്യില്ല. അവർ ആ ടൈമിൽ തന്നെ അവർ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് വിളമ്പുക. ഓരോരുത്തർക്കും ഓരോ എല്ലാം അനുസരിച്ചിട്ടാണ് വിളമ്പണത്. ഞാൻ എനിക്ക് കുറച്ച് അങ്ങനെ എല്ലാതും അനുസരിച്ചിട്ടാട്ടോ വിളമ്പണത്. അങ്ങനെ എല്ലാ കണ്ണേട്ടനൊക്കെ വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അതിൽ അമ്മ ആദ്യം തന്നെ കഴിച്ചു. ഇവന് പിന്നെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടി കേട്ടോ. പക്ഷെ അവ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇപ്പം ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി കാട്ടുകയാണ്. പിന്നെ അമ്മടേൽ ഷോർട്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും അവിടെ നിന്നും ഇവിടെ നിന്ന് ഷോർട്സ് എടുക്കുന്നുണ്ട്. ഇവ 2 ഫോണിക്കും മാറി മാറി പോസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ. അവിയലും പായസവും സേമിയ പായസമായിരുന്നു. പിന്നെ മത്തനും പയറുണ്ടായിരുന്നു, കേബേജ് ഉപ്പേരി, അച്ചാർ, പുളിയഞ്ചി, സാമ്പാർ. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വലിയ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇങ്ങനെ പായസം ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇലയിൽ കഴിക്കുന്നത്. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ രാത്രിയായിട്ട് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ സൈഡിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളും കേക്കുമാണ് കയ്യിലുള്ള കേട്ടോ. അങ്ങനെ അമ്മ വിചാരിച്ചിട്ടില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അമ്മേനെ കളിയാക്കുക, ബ്ലഷായി കേട്ടോ. അമ്മ ബ്ലഷോ അതെന്താന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എന്നെ കളിയാക്കുക കേട്ടോ. അപ്പയ്ക്ക് വിഷ്ണുവേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ റീൽ എടുക്കേണ്ട വരുത്. അമ്മ ഒരു റീൽ കണ്ടിട്ട് അമ്മയ്ക്ക് ആ റീൽ എടുത്തേ പറ്റും. അങ്ങനെ അമ്മയും കണ്ണേട്ടനും കൂടി റീലിൻ്റെ പ്രാക്ടീസാണ്. കണ്ണേട്ടനും ഭയങ്കര മടിയാണ് റീലെടുക്കാനും ക്യാമറയുടെ മുന്നിൽ വരാനൊക്കെ. കണ്ണേട്ടനും ഭയങ്കര മടിയാണ്. അങ്ങനെ അവരവിടെ റീലെടുക്കുന്നുണ്ട്. ഞാൻ ആ ഫേസിലൊരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡൊക്കെ ആയിട്ട് സെറ്റായത്. അപ്പോഴേക്കാണ് കേക്ക് കൊണ്ട് വന്നത്. പിന്നെ അതൊന്നും നടന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിക്കാൻ തുടങ്ങി.
കേക്കും നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ഒപ്പം നിന്ന് കേക്ക് മുറിക്കുക. ബാക്കിൽ നിന്നിട്ട് ഏട്ടൻ ഓരോ കൗണ്ടർ അടിക്കുക കേട്ടോ അമ്മേനെ. ശരിക്കും എത്ര വയസ്സായി ചോദിച്ചിട്ട് അങ്ങനെ ഒരു വയസ്സിൻ്റെ ഒരു റീലായിരുന്നു അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അമ്മയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ കേട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒന്നുകൂടിയും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ള സംഭവമല്ല എന്നാലും ഒന്നുകൂടിയും കൊടുത്ത്. പിന്നെ അങ്ങനെ അമ്മ ജസ്റ്റ് അമ്മയുടെ റീലിന് വേണ്ടിയിട്ട് അമ്മ അതൊക്കെ നിർത്തി കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കണ്ണേട്ടൻ അമ്മയ്ക്ക് 2 ചുരിദാറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടത്. അമ്മ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അമ്മയ്ക്ക് കൊള്ളില്ല. അതേപോലെ തന്നെ അമ്മയ്ക്ക് കറക്റ്റായിരുന്നില്ല. ഒരു ടോപ്പ് കറക്റ്റായിരുന്നു, പക്ഷെ ഒരു ടോപ്പ് കറക്റ്റായിരുന്നില്ല. അങ്ങനെ കേക്കൊക്കെ പകുതിയോളം ഞങ്ങൾ കഴിച്ചു. കാരണം നല്ല ടേസ്റ്റ്, മധുരമൊക്കെ പാകത്തിനുള്ള മധുരം, അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡിൻ്റെ മുന്നേ തന്നെ 2 കഷ്ണത്തോളം കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ റീൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ എഡിറ്റിങ്ങിൽ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോർട്സിന് വേണ്ടി വീഡിയോ എടുത്തു. അതാട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.